നമസ്കാരം. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ കരുണാകരന്റെ മകളെ ഒരർത്ഥത്തിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. കോൺഗ്രസിൽ എക്കാലവും ഓരോ പ്രവർത്തകരും പലതരത്തിൽ അപമാനത്തിന്റെ രുചി അറിഞ്ഞിട്ടുള്ളവരാണ്. കോൺഗ്രസിൽ നേതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ നേതാക്കളുടെ പ്രശ്നമൊന്നും പരിഹരിക്കാതെയിരുന്ന പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയത് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കാണ്. നേതാക്കൾക്ക് പാർട്ടി ഒരു വിലയും കൽപ്പിക്കാതെ വന്നതോടെയാണ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് പോയി അംഗത്വമെടുത്തത്. ചില നേതാക്കൾ അഹോരാത്രം കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്നും ഒരു നെടും തൂണായി നിൽക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ KC വേണുഗോപാലോ മല്ലികാർജുന ഖാർഗെയോ ഒന്നും കെട്ടിപ്പടുത്തതല്ല ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു ബലമെന്ന് പറയുന്നത്. കോൺഗ്രസിനെ ഇത്രയും വളർത്തിയത് ഒരു നേതാവിന് പോലും ഒരു പരിഗണനയും കൊടുക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസോട് അടുക്കാതെ മറ്റ് പാർട്ടിയിലേക്ക് പോകുന്നത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഹൈക്കമാൻഡ് കഴിയാതെ വരുന്നതോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് വലിയ രീതിയിലൊരു താല്പര്യമൊന്നും തന്നെ ഇല്ലാത്തതാണ് പ്രശ്നം. നേതാക്കൾ എന്തെങ്കിലും പ്രശ്നവും പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അവിടെ കാണില്ല. രാഹുൽ ഗാന്ധി വിദേശ ഭരണത്തിനായിരിക്കും, അല്ലെങ്കിൽ ടൂറിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പബ്ബിലായിരിക്കും രാഹുൽ ഗാന്ധി ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ കൂണുപോലെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഒരു പരിഗണന കോൺഗ്രസ് കൊടുക്കാറില്ല. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ അവിടെ നിന്നുമൊക്കെ വ്യത്യസ്തമാണ് നരേന്ദ്രമോദി, അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കാരണം ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പത്മജ വേണുഗോപാലാണ് തൃശ്ശൂരിൻ്റെ സ്ഥാനാർത്ഥി. തൃശ്ശൂരിൽ പ്രചാരണത്തിന് മോദി എത്തിയപ്പോൾ റോഡ് ഷോയിൽ മോദിയുടെ അരികിലാണ് പത്മജയ്ക്ക് സ്ഥാനം കിട്ടിയത്. എന്നാൽ 2021 തൃശ്ശൂരിൽ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ അന്ന് പത്മജിയായിരുന്നു തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നത്. ആ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ വാഹനത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് സ്ഥാനാർത്ഥി അല്ലാത്ത TN പ്രതാപനായിരുന്നു. സ്ഥാനാർത്ഥിയായ പത്മജയ്ക്ക് റോഡിലൂടെ നടക്കേണ്ട ഒരു ഗതികേടാണ് വന്നത്. പത്മജ വേണുഗോപാലിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ മോദി എത്തിയപ്പോൾ റോഡ് ഷോയിൽ മോദിക്കൊപ്പം വാഹനത്തിൽ പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്നു. സൂചി കുത്താൻ പഴുതില്ലാത്ത വിധം റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറഞ്ഞു കവിഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ റോഡ് ഷോ ആയി പോകുമ്പോൾ അറിയാതെ പത്മജ വേണുഗോപാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീരിനും കരച്ചിലിനും ഒരു അർത്ഥമുണ്ട്, അതായത് പരിഗണന. കരുണാകരൻ്റെ മകൾക്ക് കോൺഗ്രസ് നൽകാത്ത പരിഗണന മോദി നൽകി, BJP കേന്ദ്രം നൽകി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ കയറ്റാതെയാണ് പ്രിയങ്ക തൃശ്ശൂരിൽ വോട്ട് ചോദിച്ച് റോഡ് ഷോ നടത്തിയത്. സ്ഥാനാർത്ഥിയായ ഞാൻ റോഡിലൂടെ നടന്നു. ആ അവഗണനയുടെ വേദനയെക്കുറിച്ച് പത്മജ വേണുഗോപാൽ പല തവണയും പല അനുഭവങ്ങളിലും പറയുകയുണ്ടായി. ഇപ്രാവശ്യം തൃശ്ശൂർ BJP സ്ഥാനാർത്ഥിയായ എന്നെ പ്രധാനമന്ത്രി മോദിജി സ്വന്തം സഹോദരിയെ പോലെ ജീപ്പിൽ തൻ്റെ സൈഡിൽ നിർത്തിയാണ് വോട്ട് ചോദിച്ചത്. മോദിജിയുടെ സ്നേഹത്തിനും കരുതലിനും മുന്നിൽ കണ്ണുനീർ വന്നുവെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്.